അഹിംസയുടെ അശാന്തതയാണ് ലോകത്തെങ്ങും. തോക്കുകൾ കൊണ്ടുള്ള കീഴ്പ്പെടുത്തലുകളെക്കാളും ആശയങ്ങൾ കൊണ്ടുള്ള കീഴ്പ്പെടുത്തലുകളാണ് ഉണ്ടാകേണ്ടത്. സംഗീത സാന്ദ്രമായ ജീവിതങ്ങൾ ഹിംസയുടെ അടയാളങ്ങളാണ്. ഈ അടയാളപ്പെടുത്തലുകൾ സംഗീതത്തിനെ കൂടുതൽ ഉയർത്തുന്നു. സംഗീത സാന്ദ്രമായ കുരുന്ന് പ്രതിഭകളുടെ അതുല്യ വേദിയായ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 ഈ വേദിയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മധുരമായ മാപ്പിള ഗാനങ്ങൾക്കൊപ്പം ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസ്. കൂടുതൽ ആവേശത്തോടെ കുട്ടികൾ പെർഫോം ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ മന്ത്രം പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല, നമ്മുടെ പ്രൈസ് മണി, കുട്ടികൾക്ക് ഫൈനൽസിൽ ലഭിക്കാൻ പോണ പ്രൈസ് മണി എന്താണെന്ന് നമുക്ക് അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചാലോ? യെസ്, ഹാപ്പി ജാംസ് സീസൺ 2 കുട്ടിപ്പട്ടുമാലിലെ വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അതുകൂടാതെ വേറെ കുറേ സമ്മാനങ്ങളും ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിലെ ടൈപ്പ് കോമ്പറ്റീഷനിലേക്ക് കടക്കാം. പക്ഷെ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജഡ്ജസ് ഇവിടെ കുട്ടികളെ ലാളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം our judges. ഫിറോസിക, സജില ആൻഡ് ഷബ്നം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്യുന്നതിലും കൂടുതൽ ഉഷാറിലാണ് നമ്മുടെ ഓർക്കസ്ട്ര ടീം പെർഫോം ചെയ്യാറ്. സോ ഓർക്കസ്ട്ര ടീമില്ലാതെ എന്ത് ആഘോഷമല്ലേ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെയും ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം our entire orchestra team. ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് ജോൾസിനെയാണ് സിനിമ റൗണ്ടിൽ. ലെറ്റ്സ് വെൽക്കം her. ജോൾസിനെ കുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. എന്താണ് ഈ ഗെറ്റപ്പിന്റെ ഉദ്ദേശം? പാടാനായിട്ട് തന്നെയാണോ? പെർഫോമൻസും ഉണ്ടോ കൂടെ? പെർഫോമൻസ് ഉണ്ട്. കൂടെ വേറെ ആരെങ്കിലും പെർഫോം ചെയ്യണ്ടോ? ഓഫ്, പടയുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടുമാല പടം തന്നെയാണോ? അതെ. പുറത്തുനിന്ന് ആരും ഇല്ല അല്ലേ? ഇല്ല. കുട്ടിപ്പട്ടുമാല ആരൊക്കെയാണ് ജോൾസിനോടൊപ്പം പെർഫോം ചെയ്യാൻ വന്നെ? ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇതൊരു സംഭവം തന്നെ ആയിരിക്കും അല്ലേ? തകർത്തോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന് 4 മുഴം വീരാളി പട്ടു വേണം, തുളുനാടൻ തള വേണം, തുളശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന് കിരുകീരി ചിരിപ്പിട്ട് കനകത്തിൻ കമ്മലിട്ട് അറിയുന്ന പീഡ പോലെ കൊടുങ്ങും ഞാൻ. യാസീനോദി കഴിയുമ്പോൾ ജാരം മൂടി മടങ്ങുമ്പോൾ മോയിൻ കുട്ടി മൈദർ കെട്ടിയ പാട്ട് പാടും. തെന്തത്താന തെന്തത്താന തെന്തത്തെന്തിന്നാനോ തന തന താന തെന്തത്താന തെന്തത്താനിന്നാനോ. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന്
കാഞ്ചീപുരം വീരാളി പട്ടു വേണം, തുളുനാടൻ തള വേണം, തുളുശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന് ജ്യോത്സ്ന കുട്ടി നല്ലോണം പാടിയല്ലോ, ഗ്രൂപ്പ് നല്ലോണം സപ്പോർട്ട് ചെയ്തല്ലോ. താങ്ക് യു. ഞാൻ കുറച്ചു മുമ്പ് കണ്ടിരുന്നു ഈ ഗ്രൂപ്പ് അവിടെ നിന്ന് ഭയങ്കര പ്രാക്ടീസ്. ഫാത്തിമയാണെങ്കിൽ ഭയങ്കര പഠിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ വേണ്ട 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 1 സ്റ്റെപ്പ് എടുത്താൽ മതി എന്നൊക്കെ. ആരാണ് ഇതും ട്രെയിൻ ചെയ്തത് ഈ പിള്ളേരൊക്കെ ഡാൻസ്? ഇത് കുട്ടമാമനാ. കുട്ടുമാമൻ തന്നെയാണല്ലേ. അപ്പൊ ശരി, നമുക്ക് എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. ഫിറോസിക്ക. ജ്യോത്സ്ന എന്തോ നന്നായി പാടി. താങ്ക് യു. ഇത് വളരെ പ്രശസ്തമായ പാട്ടാണ്. തച്ചോളിയമ്പു അറിയോ മോൾക്ക്? ആരാ തച്ചോളിയമ്പു? അത് സിനിമയുടെ പേരാ. ഓ അറിയാമെന്ന്. ആരാ തച്ചോളിയമ്പു? അതൊരു സിനിമയുടെ പേര്, അതൊരു കഥാപാത്രമാണ്. വടക്കൻ കഥകളിലെ ഒരു കഥാപാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ വടക്കൻ പാട്ടും നമ്മൾ സിനിമകളൊക്കെ കാണുന്ന വടക്കൻ പാട്ടും നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിൻ്റെ വേദിയും തമ്മിലൊരു ബന്ധമുണ്ട്. അന്ന് ഭയങ്കരമായ ആ കാലഘട്ടത്തിൽ ഈ വടക്കൻ പാട്ടുകൾ, ആ കഥകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ വീരശൂര പരാക്രമികളായ ഒരുപാട് പേര്, കണ്ണപ്പനുണ്ണി, ആരോമലുണ്ണി, തച്ചോളിയമ്പു, ഈ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടൊക്കെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്ന ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് മതമൈത്രി കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ നമ്മുടെ ഈ വേദിക്ക് അതുമായിട്ടൊരു ബന്ധമില്ലേ മാപ്പിളപ്പാട്ടിൻ്റെ വേദിക്ക് അല്ലേ? മാപ്പിളമാരുടെ പിന്നെ ഹൈന്ദവരുടെ ഒക്കെ ഒരു ഐക്യം കാണിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന കഥകളാണ് വടക്കം പാട്ടുകളായിട്ട് നമ്മൾ പിന്നെ സിനിമകളിലൂടെ കണ്ടത് അല്ലേ? അതിന് ഒരുപാട് വടക്കം പാട്ടുകൾക്ക് ഈണം കൊടുത്ത രാഘവൻ മാസ്റ്ററുടെ, നമ്മുടെ ഏറ്റവും തലമുതിർന്ന കാരണവർ, മലയാളത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള പാട്ട് സിനിമ ആദ്യമായിട്ട് മലയാളത്തിന് നൽകിയ നീലക്കുയിൽ 1954. അതുവരെ ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ പാട്ടുകൾ കടമെടുക്കുകയായിരുന്നു ഈണങ്ങൾ. ഏതായിരുന്നു ആ പാട്ട്? ആ മണ്ണിൻ്റെ മണമുള്ള, മാപ്പിളത്വത്തിൻ്റെ മണമുള്ള പാട്ട് അറിയോ മോൾക്ക്? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കേട്ടില്ലേ? അവിടെ തുടങ്ങുന്നു മാപ്പിളപ്പാട്ടുകളുടെ തനത് മാപ്പിളപ്പാട്ടുകളുടെ ഒരു സംസ്കാരം സിനിമയിൽ. അതിൻ്റെ മുമ്പ് സത്യത്തിൽ സിനിമയിൽ മാപ്പിളപ്പാട്ട് പരിചയപ്പെടുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. 1951 പറയട്ടെ 2 ദിനം കൊണ്ട് ഞാൻ ആ നാട്ടിൽ കണ്ട കഥകളെല്ലാം ചൊല്ലിടാന്ന് പറയുന്നൊരു മാപ്പിളപ്പാട്ട് സ്വാമി പരിചയപ്പെടുത്തി. പക്ഷേ മാപ്പിളപ്പാട്ടിൻ്റെ തനത് ശൈലി വരുന്നൊരു പാട്ട് രാഘവ മാഷാണ് പരിചയപ്പെടുത്തിയത്, കായലരികത്ത്. അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകൾ, പാട്ടുകൾ നമുക്ക് തന്ന മഹാനായ സംഗീത സംവിധായകൻ വാണിയമ്മയാണ് പാടിയത്. വാണിയമ്മ എൻ്റർ ചെയ്തൊരു കാലഘട്ടം, കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ട് ഇങ്ങനെ വന്നൊരു കാലഘട്ടത്തിൽ, തിളങ്ങി നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ മികച്ച രീതിയിൽ പാടിയ ഒരു പാട്ട്. ഉഷാകുമാരിയാണ് ഈ രംഗത്ത് അഭിനയിക്കുന്നത്, ബാലൻ കെ നായരുടെ മകളായിട്ട് ഒരു മുസ്ലിം കഥാപാത്രം. മോള് നന്നായി പാടി കേട്ടോ. കുറഞ്ഞ ഭാഗങ്ങൾ, ചെറിയ തിരുത്തലുകൾ, പ്ലാനുകളൊക്കെ ഒന്നുകൂടി സ്റ്റഡിയായി വരാനുണ്ട് മോൾക്ക്. എന്നാലും നന്നായിട്ട് തന്നെ പാടി. മോള് നല്ല ബ്രൈറ്റായിട്ട് പാടി, അതിലെനിക്ക് സന്തോഷമുണ്ട്. പാട്ടിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവന്നു, അതുകൊണ്ട് ആ പാട്ടിനൊരു കളർ കിട്ടി കേട്ടോ. പിന്നെ കൂട്ടുകാരികൾ തകർത്തു. ഒപ്പന ഉഷാകുമാരിയുടെ കൂടെ കുറേ കൂട്ടുകാരികളുണ്ട് ഈ സീനിൽ, അതുപോലെ ജ്യോത്സ്ന കുമാരിയുടെ കൂടെ കുറേ കൂട്ടുകാരികൾ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജ്ല. ഭയങ്കര ഫേമസ് ആയ ഒരു സോങ് അല്ലേ? ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന പാട്ട്. പേടിയുണ്ടായിരുന്നോ ഇത്രയും വലിയ ഫേമസ് ആയ ഒരു സോങ് വന്ന് ഈ സ്റ്റേജിൽ പാടുമ്പോഴേ? ഉണ്ടായിരുന്നു അല്ലേ? എന്തിനായിരുന്നു പേടി? തെറ്റിയാൽ മനസ്സിലാവും എല്ലാവർക്കും, അതുകൊണ്ടാണോ? എന്തെങ്കിലും ചെറിയൊരു മിസ്സിങ് വന്ന് മനസ്സിലാവും അല്ലേ? അതാണ് ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോഴുള്ള പ്രശ്നം. പക്ഷെ മോള് ഒരുവിധം കുഴപ്പമില്ലാണ്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ ജ്യോത്സ്ന. എപ്പോഴും എന്താ പറയുക, ഒരു വീറും വാശിയോടെ വന്ന് പെർഫോം ചെയ്യുന്ന മോളാണ്. പിന്നെ ത്രൂ ഔട്ട് മോളുടെ ഒരു ശബ്ദം കൊണ്ടാണെങ്കിലും ഫീൽ കൊണ്ടാണെങ്കിലും നന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മൊത്തത്തിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ മോളെ. അനുപല്ലവിയൊക്കെ ഭയങ്കര ഹൈ ആണ്, അതറിയാം, ഭയങ്കര ഹൈയിൽ പാടി എത്തിക്കണം. പക്ഷെ മാക്സിമം മോൾ അവിടെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് എത്താനുണ്ട്. പിന്നെ ചരണം കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് പല്ലവിയൊക്കെ ചന്ദനക്കുടത്തിന് അത് ഒന്ന് തെറിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം മോള് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. താങ്ക് യു സജ്ല. ഷബ്നം? ഇന്ന് കുറച്ച് കൂളല്ലായിരുന്നു അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞേ? എങ്കിലും കുഴപ്പമില്ലായിരുന്നു. മോള് നന്നായിട്ട് തന്നെ പാടിയത്. താങ്ക് യു. നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. ആ മോൾ ആദ്യം വന്നിട്ട് ഒരു ഷോൾഡർ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് കാണിച്ചില്ലേ? ഒന്ന് കാണിച്ചത്. ആ അത് നന്നായിരുന്നു ആ സ്റ്റെപ്പ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പാട്ടും അത്യാവശ്യം നന്നായിരുന്നു മോളെ. കാര്യം നല്ല ഒരു ബ്രൈറ്റ് ആയിരുന്നു കേൾക്കാനായിട്ടും കാണാനും ഒക്കെ. പൊതുവേ ജോൾസിന് കൂളായതുകൊണ്ട് നല്ല പ്രസൻറ്റബിൾ ആണ് സ്റ്റേജിൽ. പിന്നെ ഈ പല്ലവിയിൽ തിങ്സൊക്കെ കുറച്ച് സ്റ്റിഫായിരുന്നു. ഒരു ഒഴുക്ക് കുറവായിരുന്നു, സ്റ്റിഫായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അനുപല്ലവി ചരണത്തിലൊക്കെ സ്പീഡിൽ പാടിപ്പോകുന്നിടത്ത് ബ്രീത്ത് ഇടയ്ക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത്, അതായത് അർത്ഥം മുറിഞ്ഞു പോകുന്ന രീതിയിൽ ബ്രീത്ത് ഇങ്ങനെ എടുത്തു. അങ്ങനത്തെ പ്രശ്നം അതൊക്കെ മോള് ശ്രദ്ധിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം തിങ്സൊക്കെ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാൻ നോക്കൂ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. ഫിറോസൊക്കെ ഞാനും ആദ്യം ഇങ്ങനെ ചോദിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വടക്കം പാട്ടുകളിൽ വരുന്ന മാപ്പിളപ്പാട്ടുകൾ വളരെ ചുരുക്കമാണ്. നല്ല സുറുമ പാട്ടൊക്കെ ഇല്ലേ, അതുപോലെ മിടുക്കി എന്ന പാട്ട് ഉണ്ണിയാർച്ചയിലെ. ഇതെങ്ങനെ ഇവരിങ്ങനെ സിങ്ക് ചെയ്യണത്? ഇതേത് വടക്കം പാട്ടെന്ന് പറയുമ്പോൾ ടോട്ടലി വേറൊരു സ്റ്റൈലാണ്. അതും മാപ്പിളപ്പാട്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ അല്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് അത് ഭയങ്കര പറഞ്ഞത് ഫുള്ള് അതാണ് അതിന്റെ ചരിത്രം. അതാ ഐക്യമാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സിനിമകൾ കണ്ടു നോക്കൂ, ഐക്യമാണ്. വടക്കൻ പാട്ട് സിനിമകൾ കണ്ടു നോക്കൂ. എല്ലാ വടക്കൻ പാട്ട് കഥാപാത്രങ്ങളുടെ കൂടെയും ഒരു കയ്യാളായിട്ട് ഒരു മുസ്ലിം കഥാപാത്രം ഉണ്ടായിരിക്കും. ബാലൻ കെ നായരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രേം നസീറിൻ്റെ കൂടെ ജയൻ, ഇത്തിക്കരപ്പക്കി, വെള്ളായണി പരമു, അതൊക്കെ എടുത്താൽ ആരെങ്കിലും ഒരു കഥാപാത്രം ഒരു 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 എന്തിനും പോകുന്നൊരു കഥാപാത്രം. അത് ഭയങ്കരമാണത്. അദ്ദേഹത്തെയൊക്കെ ആ പ്രധാന കഥാപാത്രത്തെ ആക്രമിക്കാൻ വന്നാൽ ശിവാജി ഗണേശനാണ് ഇതിൽ, പ്രേം നസീറുമാണ്. അവരുടെ കൂടെ ബാലൻ കെ നായരും ജയനുമാണ് മുസ്ലിം കഥാപാത്രങ്ങളായിട്ട്. അപ്പൊ ശരി, നമ്മുടെ മാർക്സ് അറിഞ്ഞാലോ? എന്താണ് പ്രതീക്ഷ? നല്ല മാർക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ജഡ്ജസിനോട് ചോദിക്കാം. ജഡ്ജസിനോട് തന്നെ ചോദിക്കാം അല്ലേ? നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. അതെ, പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷയുണ്ട്, പക്ഷെ ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ മതി. ഞാൻ എന്തായാലും പറയില്ല, മാർക്സ് പേടിക്കണ്ട. സജില? 28.5. താങ്ക് യു. 28.5 out of 30. ഫിറോസിക്ക? 38.5. താങ്ക് യു. 38.5 out of 40. താങ്ക് യു ഫിറോസിക്ക. ഷബ്നം? 28.5. 28.5 out of 30. ജോൾസ്നിക്ക് ഈ റൗണ്ടിൽ കിട്ടുന്ന ടോട്ടൽ 95.5 out of 100. താങ്ക് യു. ജോൾസ്നിക്ക് അതുകൊണ്ടൊരു ഗിഫ്റ്റ് വേണ്ടേ? ആ, എന്തായാലും വേണോ അല്ലേ? ഇത് എനിക്ക് എടുക്കാമോ? വേണ്ട. വേണ്ട അല്ലേ? ജോൾസ്നിക്ക് തന്നെ വേണം. എന്നാ റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ്. താങ്ക് യു. വെൽക്കം. അടുത്തത് നമ്മുടെ സൽക്കാരം റൗണ്ടാണ്. സൽക്കാരം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് സിനാൻ. സിനാൻ ചേച്ചി, ഈ സിനാൻ ഉണ്ടല്ലോ, എല്ലാ എപ്പിസോഡിലും ഓരോ ഗെറ്റപ്പിലാ വരാ. ഞാൻ ഈ അടുത്ത് കണ്ട എല്ലാ എപ്പിസോഡിലും കുട്ടി മീശ ഉണ്ടായിരുന്നു. തവണ കുട്ടി മീശയില്ല ഭാഗ്യത്തിന്. പക്ഷെ നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് സ്റ്റൈലായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? സൽക്കാരം റൗണ്ടാ അല്ലേ? സൽക്കരിക്കാനൊക്കെ റെഡിയായോ? സിനാനാണോ സൽക്കരിക്കുന്നത്? അല്ലല്ലോ, സിനാനല്ലല്ലോ അമ്മായി. സിനാന്റെ അമ്മായി ഉണ്ടോ അവിടെ? ഇല്ല. ഫുഡൊക്കെ ആരുണ്ടാക്കിയേ? ഉമ്മ. ഉമ്മയാണ് ഉണ്ടാക്കിയേ? എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഞങ്ങളെ മലപ്പുറത്തെ ഫേമസ് ആയ ശർക്കര മുട്ടായി. ശർക്കര മുട്ടായി? ശർക്കര മുട്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഐഡിയ വന്നു. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആണെന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി? ഓൾ സെറ്റ്? താങ്ക് യു. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊണ്ടോട്ടി നേർച്ച കണ്ട
തലശ്ശേരി ബിരിയാണി കടയിലെ തിരക്കേറി കല്ലുമ്മക്കായ ഉന്നക്കായ തലശ്ശേരി ബിരിയാണി കടയിലെ തിരക്കേറി കല്ലുമ്മക്കായ ഉന്നക്കായ പുലാവ് നെയ്ച്ചോറും മുട്ടപ്പത്തിരി മിർച്ചിപ്പത്തിരും സമൂസയും കൊതിയോറും മുട്ട സ്വർഗജോറിൽ നെയ്ച്ചോറും മുട്ടപ്പത്തിരി മിർച്ചിപ്പത്തിരും സമൂസയും കൊതിയോറും മുട്ട സ്വർഗജോറിൽ കൊണ്ടോട്ടി നേർച്ച കണ്ട് മടങ്ങിടുമ്പോൾ മുട്ടായിക്കട കണ്ടപ്പോൾ അതിശയം കൂറി നല്ല എണ്ണിയാലൊടുങ്ങാത്ത പലതരം പലഹാരം കണ്ണുകൾക്ക് ആനന്ദമായി മാറി നാടന്റെ കൂടെ മാറൂ നാടൻ മിഠായി കടകളും ഗുജറാത്തി രാജസ്ഥാനി ബോംബെ നാടന്റെ കൂടെ മാറൂ നാടൻ മിഠായി കടകളും ഗുജറാത്തി രാജസ്ഥാനി ബോംബെ മിഠായി കൊട്ടാരക്കെട്ടുകൾ കണ്ട് മടങ്ങുമ്പോൾ ഒരു വണ്ടി മിഠായി പെട്ടിയുമായി മണ്ടി കൊട്ടാരക്കെട്ടുകൾ കണ്ട് മടങ്ങുമ്പോൾ ഒരു വണ്ടി മിഠായി പെട്ടിയുമായി മണ്ടി കൊണ്ടോട്ടി നേർച്ച കണ്ട് മടങ്ങിടുമ്പോൾ മുട്ടായിക്കട കണ്ടപ്പോൾ അതിശയം കൂറി നല്ല എണ്ണിയാലൊടുങ്ങാത്ത പലതരം പലഹാരം കണ്ണുകൾക്ക് ആനന്ദമായി മാറി കൊണ്ടോട്ടി നേർച്ച കണ്ട് മടങ്ങിടുമ്പോൾ മുട്ടായിക്കട കണ്ടപ്പോൾ അതിശയം കൂറി നല്ല എണ്ണിയാലൊടുങ്ങാത്ത പലതരം പലഹാരം കണ്ണുകൾക്ക് ആനന്ദമായി മാറി കണ്ണുകൾക്ക് ആനന്ദമായി മാറി കണ്ണുകൾക്ക് ആനന്ദമായി മാറി കണ്ണുകൾക്ക് ആനന്ദമായി മാറി അപ്പൊ സിനാൻ, ചേച്ചി ഈ കുട്ടി പട്ടുറുമാലിന്റെ സൽക്കാരം റൗണ്ട് കൊണ്ട് നമുക്ക് എത്ര വിഭവങ്ങളുടെ പേരല്ലേ പഠിക്കാൻ പറ്റുന്നത്? തലശ്ശേരി അല്ലേ കൊണ്ടുവന്നത്? തലശ്ശേരി വിഭവങ്ങളല്ലേ ഇത്തവണ കൊണ്ടുവന്നേ മോൻ? അല്ല ഉം. മലപ്പുറം മലപ്പുറം വിഭവങ്ങളല്ലേ? ഈ കോസ്റ്റ്യൂം ഞാൻ ആദ്യമേ ചോദിക്കണം എന്ന് ഓർത്തായിരുന്നു. നല്ല തകർപ്പൻ കോസ്റ്റ്യൂമുള്ള ആരെങ്കിലും മേടിച്ചെന്താണോ? ആ ആരാണ്? എൻ്റെ ഉപ്പാൻ്റെ അനിയൻ ഉം. മദ്രാസിൽ നിന്ന് കൊടുത്തേച്ചാ ബാവാപ്പ. ആണോ? അതെ. ഈ പെർഫോമൻസിന് വേണ്ടി? അതെ. ആ വെരി ഗുഡ്. അപ്പൊ നമുക്ക് കമന്റ്സ് കേട്ടാലോ? ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. സജില. സിനാൻ ഇത്താ സൂപ്പർ ആയിരുന്നു കേട്ടോ, പാട്ടും കൊണ്ടുവന്ന വിഭവങ്ങളും. എന്തൊക്കെ ഹലുവയുടെ നിറമാണ് പറഞ്ഞത്? എത്ര നിറങ്ങളാണുള്ളത് പാട്ടിൽ? കുറേ ഹലുവയുടെ പറഞ്ഞല്ലോ, എത്ര നിറങ്ങളുണ്ട്? വെള്ളയും ആ. കറുത്തതും മഞ്ഞയും ചുവപ്പുമായി. എനിക്ക് ഏത് കളറാണ് ഇഷ്ടം? എനിക്ക് കറുപ്പ്. കറുപ്പാ ഇഷ്ടം അല്ലേ? പിന്നെ പിന്നെ പ്രത്യേകിച്ച് നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ നീ നെയ്ച്ചോറ് എന്ന് പറഞ്ഞാണല്ലോ പാടിയ. ഇഷ്ടമാണോ നെയ്ച്ചോറ്? നെയ്ച്ചോറാണോ ഇഷ്ടം അതോ ബിരിയാണിയോ? ബിരിയാണി അത്രക്ക് ഇഷ്ടമല്ല, നെയ്ച്ചോറാണ്. ആ ഫീലാണ് ആ പാട്ടിൽ കൊടുത്തത് അല്ലേ? നല്ല എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. Thank you. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടുറുമാൽ ഷോയിലൂടെയാണ് കുറേ സൽക്കാരം പാട്ടുകൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവാൻ. നല്ല പഴയ സൽക്കാരം പാട്ടുകളും പുതിയ പാട്ടുകളും ഒക്കെ, അതിനൊക്കെ ഒരു പുനർജന്മം കൊടുക്കുകയാണ് അല്ലേ നിങ്ങൾ മക്കളും കഴിഞ്ഞ കുട്ടികളും ഒക്കെ. അങ്ങനെ നല്ല നല്ല സൽക്കാരം പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നു. പിന്നെ ഈ പാട്ട് ശരിക്കും സിനാൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. മോൻ്റെ ആ ഒരു സ്റ്റൈൽ സിംഗിങ് ആയിരുന്നു ഇതിൽ.
മാറി അതല്ലേ ഉള്ളൂ മെയിനായിട്ട് ഒരു ഇത് കൊടുക്കണ്ടേ. അത് ഫസ്റ്റ് ഒന്നും ക്ലിയറായി വന്നിട്ടില്ല മോൻ്റെ. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്ക് ഓക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വന്നു. പിന്നെ വളരെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജില. ഫിറോസിക്ക നന്നായി പാടി കേട്ടോ. സാധാരണ സൽക്കാര റൗണ്ടിൽ അമ്മായിമാർ മരുമക്കളെ സൽക്കരിക്കുന്ന പാട്ടാണ് അധികം വരിക. നമ്മൾ പറഞ്ഞു അത് മുമ്പ്. അതിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് വ്യത്യസ്തമാർന്ന ഒരു സൽക്കാരപ്പാട്ട്. സൽക്കാര റൗണ്ടിൽ ഇത് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, സൽക്കാരത്തിലെ പ്രധാന വിഭവങ്ങൾ പലഹാരങ്ങളാണ്. ആ പലഹാരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പാട്ട്. കുണ്ടോട്ടി നേർച്ച കണ്ട് മടങ്ങുമ്പോൾ മുട്ടായിക്കട കണ്ടതാണ്. ആ മുട്ടായിക്കടയും അവിടെ കണ്ട ഹോട്ടലും. കുണ്ടോട്ടി നേർച്ച അറിയോ സിനാന്? കുണ്ടോട്ടി നേർച്ച അറിയോ? നിന്റെ നാട്ടിൻ്റെ അടുത്താ കുണ്ടോട്ടി നേർച്ച. വളരെ പ്രശസ്തമായ നേർച്ചയാണ് അല്ലേ? ആ നേർച്ച കാണാൻ പോയതാണ് ഈ കഥാപാത്രം അല്ലേ? ആ വേണമെങ്കിൽ ഒരു വിഷ്വലൊക്കെ ആവാമായിരുന്നു ഒന്നുകൂടി കേട്ടോ. അപ്പോൾ അവിടുന്ന് കണ്ടുവരുമ്പോൾ കണ്ട കഥകളും അവിടുത്തെ പലഹാരങ്ങളൊക്കെയാണ് പറയുന്നത്. ആ കുണ്ടോട്ടി നേർച്ചയ്ക്ക് കിട്ടുന്ന ഒരു സാധനം എനിക്ക് കിട്ടി. ദിസ് ഈസ് ദാറ്റ്. ജിലേബി. ഇതാണ്. ഇത് കുണ്ടോട്ടി നേർച്ച സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റിനേക്കാൾ കൂടുതൽ പൊടിയായിരിക്കും. എൻ്റെ ഉപ്പയൊക്കെ പണ്ട് നേർച്ച സ്ഥലത്തുനിന്ന് വാങ്ങി തരൂല. നേർച്ച കാണാൻ കൊണ്ടുപോകും. നേർച്ച സ്ഥലത്തുനിന്നൊന്നും വാങ്ങി തരൂല. എന്നിട്ട് തിരിച്ച് ടൗണിലെത്തിയിട്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങി തരും. അല്ലെങ്കിൽ പറയും ഫുൾ പൊടിയായിരിക്കും ഉള്ളിൽ പോകുകയെന്ന്. കാരണം പക്ഷേ ആ പൊടി ഒരു സുഖമാണ്. അവിടെ നിന്ന് ഇങ്ങനെ നുള്ളി തിന്നുന്നതും വാങ്ങി തിന്നുന്നതൊക്കെ ഒരു വല്ലാത്തൊരു രസമാണ്. നേർച്ചയുടെ ഒരു കളർ അതാണ്. ഇത് കൊച്ചിൻ മൂസാബായ് മൂസക്ക എഴുതി ചാവക്കാട് റഹ്മാൻക്ക് പാടിയ 7-ാം നഗരത്തിൻ്റെ അപ്പുറമുണ്ടൊരു ഹെഡ് ആ പീസ്. ആ ട്യൂണിൽ എഴുതപ്പെട്ടൊരു പാട്ടാണ്. 7-ാം നഗരത്തിൻ്റെ അപ്പുറമുണ്ടൊരു ഹെഡ് ആ പീസ്, ഹിറയോൻ തീയാല പണിയിച്ചേ, അതിനുള്ളിൽ 7,001 പെൺകൊടിമാരെ പത്നിമാരാ തറ്റരരാരിരത്തിച്ചേ. മോനെ നന്നായി പാടി. നല്ല കളറ്, നല്ലൊരു കളറ് കൊണ്ടുവന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ കുണ്ടോട്ടി നേർച്ചയുടെ ബാൻഡ് ഇങ്ങനെ ഫീൽ ചെയ്തു. ഓർക്കസ്ട്ര അയ്യോ തകർത്തു. തക് 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 തിരികെ തക് ജിൻ തക് ജിൻ തക്. ഭയങ്കര സുഖമായിരുന്നു. ഒരു എനർജി കിട്ടി മൊത്തത്തിൽ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഷബ്ന വണ്ടർഫുൾ. താങ്ക് യു. നന്നായിരുന്നു മോനെ. എങ്ങനെയാണോ ഈ പാട്ട് കൊണ്ടോട്ടി നേർച്ച, ഈ ഒരു സോങ് എങ്ങനെയാണോ പാടേണ്ടത് അതുപോലെ തന്നെ മോൻ പാടി. സിനാൻ ഒരു ഓൾറൗണ്ടർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സിനാൻ. അഭിനയത്തിലായാലും എന്തൊക്കെയോ സ്റ്റെപ്സ് അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അത് വിത്ത് സോങ്ങിൽ പാടിക്കൊണ്ട് തന്നെ കാണിച്ചതൊക്കെ നന്നായിരുന്നു മോനെ. നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. കളർഫുള്ളായിരുന്നു, വളരെ പവർഫുള്ളായിരുന്നു, എല്ലാം ഫുള്ളായിരുന്നു. ചെറിയ 1-2 തിങ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ, തിങ്സിലുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. ഈ സൽക്കാരം പോലെ തന്നെ അടിപൊളിയായിരുന്നു പാട്ടെല്ലാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. ഇനി മോൻ്റെ മാർക്സിലേക്ക് പോവാം. ഫിറോസിക്ക ഓൺ 40, 39. 39 out of 40. താങ്ക് യു ഫിറോസിക്ക. സജില 29. 29 out of 30. ആൻഡ് ഷബ്നം 29. 29 out of 30. സിനാന്റെ ടോട്ടൽ 97 out of 100. മൂന്ന് നേരത്തെ റൗണ്ടിൽ എത്ര കിട്ടി? 92.5. അപ്പം ഇത്തവണ നല്ലോണം കയറി ഗ്രാഫ്. വെരി ഗുഡ്. സോ അതിന് വേണ്ടിയിട്ട് മോനൊരു പ്രൈസ്. റീഹാസ് വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്നൊരു സമ്മാനം. അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നത് അഞ്ജലിയാണ് സിനിമ റൗണ്ടിൽ. അഞ്ജലി, നമ്മൾ തമ്മിൽ ഇന്നൊരു കാര്യം കോമൺ ഉണ്ട്. എന്താണെന്നറിയോ? സൂക്ഷിച്ചു നോക്കിയ മുഖത്തേക്ക്. രണ്ടുപേർ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയേ, കണ്ണിലേക്ക് നോക്കി. എന്തെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട്? നമ്മൾ രണ്ടുപേരും കണ്ണ് ഒരേപോലെ വാലിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? ഇല്ലേ? എനിക്കൊന്ന് മേക്കപ്പ് ചാട്ടം കുറച്ച് കൂടുതൽ വാലിട്ടു, എന്താണെന്നറിയില്ല. അപ്പം എന്തായാലും അഞ്ജലി ഏത് പാട്ടിനാണ് പെർഫോം ചെയ്യുന്നത്? കരളിൽ വിരിഞ്ഞ റോജ. ആര് പാടിക്കുന്ന പാട്ടത്? ജാനകിയമ്മ. ആരെങ്കിലും പെർഫോം ചെയ്യണ്ടോ മോളുടെ ഒപ്പം? ഇല്ല. മോൾ ഒറ്റയ്ക്ക് തകർക്കൂലേ? അപ്പൊ തകർത്തോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഖദീജ മലരാണ് നീ ഖദീജ ഇരുളിൽ പ്രകാശമേകും കതിരാണ് നീ ഖദീജ കതിരാണ് നീ ഖദീജ മണിവീണ തന്നിലുണരും മൃദുഗാന ധാരയല്ലേ മണിവീണ തന്നിലുണരും മൃദുഗാന ധാരയല്ലേ ഒളി വീശി വീശി വിരിയും ഓമൽ പ്രതീക്ഷയല്ലേ കരളിൽ വിരിഞ്ഞ റോജ മലരാണ് നീ ഖദീജ മലരാണ് നീ ഖദീജ മണിമാറിൽ ഞാനണിഞ്ഞ മാണിക്യ മാലയല്ലേ മണിമാറിൽ ഞാനണിഞ്ഞ മാണിക്യ മാലയല്ലേ മാനത്തുദിച്ചു നിൽക്കും മധുമാസ ചന്ദ്രനല്ലേ കരളിൽ വിരിഞ്ഞ റോജ മലരാണ് നീ ഖദീജ മലരാണ് നീ ഖദീജ മലരിട്ട പൊൻകിനാവിൻ മണിമഞ്ചലൊന്നിലേറി മലരിട്ട പൊൻകിനാവിൻ മണിമഞ്ചലൊന്നിലേറി ആരോ മലിനിയുറങ്ങൂ ആരാരിരാരിരാരോ കരളിൽ വിരിഞ്ഞ റോജ മലരാണ് നീ ഖദീജ മലരാണ് നീ ഖദീജ ഇരുളിൽ പ്രകാശമേകും കതിരാണ് നീ ഖദീജ കതിരാണ് നീ ഖദീജ അപ്പൊ ഖദീജ നല്ലോണം പാടിയാ? വിചാരിച്ചത്ര പോലെ പാടാൻ പറ്റിയില്ല. വിചാരിച്ചത്രയും പാടാൻ പറ്റിയില്ല. അതെന്തു പറ്റി? ഒന്നുമില്ല. സുഖല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശരി, നമുക്ക് ജഡ്ജസിനോട് മോളുടെ കമൻസ് ചോദിക്കാം കേട്ടോ. ഫിറോസിക്ക, ഈ പാട്ട് ആലോചിച്ചിട്ട് എനിക്ക് തൊണ്ടയിടറുന്നു സത്യമായിട്ട്. ഈ പാട്ടിൻ്റെ ഒരു ഘടന ആലോചിച്ചിട്ട് മോളെ പാട്ടിലേക്ക് ഞാൻ വരാം. യൂസുഫ് അലി കേച്ചേരി സാറ് ഈ രംഗത്തേക്ക് കടന്നു വന്ന ഉടനെയുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്താണ് ഖദീജ എന്ന സിനിമ. ആദ്യത്തെ സിനിമയല്ല, ആദ്യത്തെ പാട്ട് മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മുഞ്ചത്തിയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നല്ല യുവാവായിരുന്ന കാലഘട്ടത്തിൽ എഴുതിയ സിനിമയാണ്
ഖദീജയിലെ ഏറ്റവും പ്രശസ്തമായ വേറൊരു പാട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ, മോൾക്കറിയോ? സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. ചെയ്ത പാട്ടുകളെല്ലാം ജാനകിയമ്മയുടെ എല്ലാ കഴിവും, ജാനകിയമ്മയുടെ പ്രത്യേകിച്ച് എല്ലാ കഴിവുകളും പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവന്ന സംഗീത സംവിധായകൻ, ഒരു സംശയവുമില്ല ബാബുക്കൻ തന്നെയാണ്. അവസാനം അസുഖമായി മദ്രാസിയിൽ കിടന്ന സമയത്ത് അവസാനത്തെ ആഗ്രഹം ജാനകിയമ്മയെ ഒന്ന് കാണണമെന്നായിരുന്നു അത്ര. കാൽക്കൽ വന്നു, ജാനകിയമ്മ കാൽക്കൽ വീണ് നമസ്കരിച്ചു. താമരക്കുമ്പിളല്ലോ മമഹൃദയം എനിക്കൊന്ന് പാടിത്തരണമെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. ജാനകിയമ്മ പാടി, നാഥാ ദേവാ ദേവാന്ന് മുഴുമിപ്പിക്കാനാവാതെ കരഞ്ഞു എന്നാ കാൽക്കൽ വീണിട്ട്. അതൊക്കെ ഇത് മതി ഒരു കലാകാരന്. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഇത് മതി. മോള് ആ പാട്ട് തട്ടിപ്പോയതാണ് മനസ്സിലോ അല്ലാതെ. മോള് നന്നായിട്ട് തന്നെ പാടി. ടഫ് സോങ് ആണ് മോൾ എടുത്തത് കേട്ടോ. ഇനി മോളുടെ കമൻറ്റിലേക്ക് വരുമ്പോൾ അത് ഡൗൺ ആവുന്നു എന്ന് തോന്നരുത്. മോളുടെ കമൻറ്റ് പറയണമല്ലോ കൃത്യമായിട്ട്, അല്ലേ? മോള് വളരെ ടഫായ സോങ്ങാണ് എടുത്തത്. മോൾക്കൊന്നുകൂടി ഇതെടുത്താൽ പൊങ്ങാനുണ്ട്. അങ്ങനത്തെ ഒരു പ്രയാസം മോളിലുണ്ടായിരുന്നു. കാരണം കരളിൽ വിരിഞ്ഞ റോജാ, അതൊക്കെ ഇങ്ങനെ സ്ഥാനത്ത് വീഴണം മോളെ. മലരാണു നീ ഖദീജ, മലരാണു നീ ഖദീജ. ആ തള്ളില്ലേ ശബ്ദത്തിന്, അതുപോലെ അനുപല്ലവി മൊത്തം പ്ലാനാണ് ജാനകിയമ്മ പാടി വെച്ചിട്ടുള്ളത്. മണിമാറിൽ ഞാനണിഞ്ഞ മാണിക്യ മാലയല്ലേ, മാനത്തുദിച്ചു നിൽക്കും മധുമാസചന്ദ്രനല്ലേ. ഒരു കുട്ടിയെ ഒരു താരാട്ടാണിത്. ഇതെങ്ങനെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു താരാട്ടം ഇവിടെ അങ്ങനെ തോന്നിപ്പോവും, അല്ലേ? ഭയങ്കര ഒരു പാട്ടാണ് മോളെ. മോളത് കുറച്ച് കുറവുകളൊക്കെ ആ പാട്ടിൽ പ്ലാനുകളിൽ അനുഭവപ്പെട്ടെങ്കിലും ചില അക്ഷരങ്ങളൊക്കെ മുറിഞ്ഞിരുന്നു. എന്നാൽ പോലും മോള് വലിയൊരു ഒരു 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 കർമ്മമാണ് ചെയ്തത്. ഇത്രേ എനിക്ക് പറയാനും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജില? അഞ്ജലി, ഗ്രേറ്റ് അറ്റംപ്റ്റ്. നല്ല ടഫ് സോങ് ആണ് പറഞ്ഞ പോലെ തന്നെ. മോൾക്ക് ഇതിലും കുറച്ചുകൂടെ മോൾക്ക് പാടാൻ പറ്റുന്ന പാട്ട് സെലക്ട് ചെയ്യാമായിരുന്നു എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ പാട്ടിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നു. പല്ലവി കുറച്ചുകൂടെ നീറ്റ് ആകാനുണ്ട്. അനുപല്ലവിയുടെ തുടക്കമൊക്കെ മോള് നന്നായിട്ട് പാടി, പക്ഷെ വീണ്ടും കുറച്ച് സ്ലിപ്സ് വന്നു. ചരണം, അനുചരണം എല്ലാത്തിലും. പക്ഷേ ലാസ്റ്റ് അനുചരണമൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എന്നാലും ശ്രദ്ധിക്കാം മോള് സോങ് സെലക്ഷനിലും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണിത്. അതിന് ഞാൻ മോളോട് ആ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് താങ്ക്സ് പറയുന്നു. എന്നാലും കെയർ ചെയ്യുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജില. ഷബ്നം? അഞ്ജലി, എന്ത്? ഹാപ്പി ആയോ? ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്നോ? കാര്യം നന്നായിട്ട് പാടി മോള് കേട്ടോ. അസലായിരുന്നു. ഒരു ഇത്രയും വലിയൊരു സോങ്, ഒത്തിരി നല്ല റേഞ്ചുള്ള ഒരു സോങ്, വലിയ സിംഗേഴ്സൊക്കെ പാടുന്ന ഒരു സോങ്ങാണ് മോൾ എടുത്തിട്ട് വന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ് മോളെ. അത് മോള് മാക്സിമം മോള് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേൾക്കുമ്പോൾ. അസാധ്യമായ ഫീലായിരുന്നു മോളെ പാട്ടിന്. വല്ലാത്തൊരു പ്രത്യേകിച്ച് ഈ രാഗത്തിൻ്റെ ആണോ എന്തോ മോള് പാടിയതും മോളുടെ വോയിസിൻ്റെ മോഡുലേഷനും പല സ്ഥലത്തും നല്ല മോഡുലേഷൻസ് മോള് കൊടുത്തു പാട്ടിൽ. അതൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് മോളുടെ കേട്ടോ. പിന്നെ സംഗതികൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതായത് സ്ലോ ടെമ്പോയിൽ ഞാൻ ഓരോരുത്തരോടും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഷെഡ്യൂളിൽ എനിക്ക് അത് ക്ലിയറാക്കി കിട്ടണം കേട്ടോ. അത് പയ്യെ സോഫ്റ്റായിട്ട് പഠിക്കും. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, കുട്ടികളല്ലേ. അപ്പോൾ പയ്യെ ചെറിയ ടെമ്പോയിൽ പഠിച്ച് നമ്മൾ 1-ാം കാലം 2-ാം കാലം 3-ാം കാലം അങ്ങനെ ഫാസ്റ്റാക്കി എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടികൾക്കൊരു ഒരു സോങ്ങിലെ സംഗതി പെർഫെക്റ്റായിട്ട് പാടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇനി ചെയ്യണം കേട്ടോ. ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു മോളെ. എനിക്ക് ഏറ്റവും കൂടുതൽ മോളുടെ ഇതിൽ ഇഷ്ടപ്പെട്ടത് ഫീലാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം.
അഞ്ജലി, നല്ലൊരു പാട്ടാണ് മോൾ എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ ജഡ്ജസ് പറഞ്ഞു. ഒരു ടഫ് സോങ് ആണത്. അതിൻ്റെ ബിഹൈൻഡുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫിറോസിക്ക വരെ ഇമോഷണലായി. നമുക്ക് എന്തായാലും മാർക്സ് അറിയാം അല്ലേ ഫിറോസിക്ക? 38 out of 40. സജില? 28.5. 28.5 out of 30. And Shabnam? 28.5. 28.5. അഞ്ജലിയുടെ ടോട്ടൽ 95 out of 100. അഞ്ജലിക്കുട്ടി ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് നമ്മുടെ ജഡ്ജസിൻ്റെ കയ്യിൽ നിന്നും കുറേ ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടല്ലേ. ഇനിയും അടുത്ത റൗണ്ടിൽ നല്ലോണം പാടാം. നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ചേലാസ് വെഡിങ് സെൻറ്റർ നൽകുന്ന ഒരു സമ്മാനം. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു സെക്ഷൻ. എനിക്ക് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് സെലിബ്രേറ്റഡ് ബൈ മറിയാസ് പിക്കിൾസിൻ്റെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ടൈറ്റിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള സമയമായി. സജില അത് പറയുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് അവർക്ക് എന്താ കിട്ടണേന്ന് അറിയണ്ടേ. സിനാനാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡെങ്കിൽ സിനാന് കിട്ടുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന സമ്മാനം. ഇനി ഇവർ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ലഭിക്കുന്നതെങ്കിൽ ഇവർക്ക് ലഭിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട നൽകുന്ന സമ്മാനം. ഈ എപ്പിസോഡിലെ സ്റ്റാർ ആരാണ് സജില? ശാലിനി പറഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമാണിത്. പക്ഷേ നമ്മൾ ഭയങ്കര കഷ്ടപ്പെടുകയാണ് കേട്ടോ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാ മക്കൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? പിന്നെ തീർച്ചയായും എല്ലാവർക്കും കിട്ടി. പക്ഷെ സിനാന് പ്രശ്നം വേണ്ടെന്നാ പറയുന്നത്. ആണല്ലേ? സിനാൻ ആദ്യം പറഞ്ഞു എനിക്ക് കുറെ കിട്ടി. പക്ഷെ നമ്മള് വിചാരിച്ചത് സിനാന് കൊടുക്കാനാണ്. പക്ഷെ സിനാന് വേണ്ടാന്ന് പറയുമ്പോ എന്താ ചെയ്യാ? സിനാൻ വേണോ? അങ്ങനെയൊന്നുമില്ല. തന്നാ കുഴപ്പമില്ല. കുഴപ്പമില്ലേ? കിട്ടിയാലും നിനക്ക് വേണ്ട. കൊടുക്കട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ. നോ നോ. പക്ഷെ കുഴപ്പമില്ല, ഇന്നത്തെ സ്റ്റാർ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് സിനാൻ. എണ്ണിയാലൊടുങ്ങാത്ത പലതരം പലഹാരം കണ്ണുകൾ ആനന്ദമായി മാറി. കൊണ്ടോട്ടി നേർച്ചകണ്ട് മടങ്ങിടുമ്പോൾ മുട്ടായിക്കട കണ്ടപ്പോൾ അതിശയം പൂരി. നല്ല എണ്ണിയാലൊടുങ്ങാത്ത പലതരം